വ്ളോഗിന്റെ പുതിയൊരു വില്ലേജ്. അതൊന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഗണേശോത്സവത്തിനനുബന്ധിച്ച് നമ്മളെല്ലാവരും കുഞ്ഞൊരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഫുൾ മഴ. നമ്മൾ പൂവ ഇറങ്ങിയപ്പോഴത്തിലാണെങ്കിലോ നന്നായിട്ട് മഴ ചാറാൻ തുടങ്ങി. അപ്പൊ കൊറേ മഴയൊക്കെ പകുതി നനഞ്ഞിട്ടായിരുന്നു അവിടേക്ക് പോയത്. ഗണപതിക്ക് വെക്കാൻ വേണ്ടിട്ട് മോദകം ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ലഡു വാങ്ങിയിട്ട് ഇവിടെ നിന്ന് പോകും. അപ്പൊ ലഡു വാങ്ങിട്ട് നമുക്ക് പോവാം. അവിടെ നിന്ന് ലഡു ഇവിടെ നമ്മൾ മോത്തിച്ചൂർ ലഡു ആണ് വാങ്ങണത്. അപ്പൊ അത് വാങ്ങിട്ട് നമുക്ക് പോവാം. ലഡു വാങ്ങണ ഷോപ്പിൽ മോദകം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വേറെ ഷോപ്പിൽ പോയി മോദകം വാങ്ങി. അതൊക്കെ പോട്ടെ, നമ്മൾ മെയിൻ ആളായിട്ടുള്ള ഗണപതിനെ മാത്രം വാങ്ങിയിട്ടായിരുന്നു. അപ്പൊ നമ്മൾ വലിയ ഗണപതിനെ നോക്കി. നമ്മൾ ഗണപതിനെ വാങ്ങി പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകണം. നമുക്ക് ലീവായ കാരണം പൂജയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ പണികളൊക്കെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ പോയിട്ട് നമ്മൾ ഞങ്ങളുടെ ആരുടെ വീട്ടിലും ഇങ്ങനെ ഈ ഗണേശോത്സവം ഒന്നും ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയില്ല. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യണ പോലെയൊക്കെ തന്നെ നമ്മൾ ചെയ്തു, നമ്മളെ കൊണ്ടൊക്കെ അറിയണ പോലെ. അപ്പം നിങ്ങൾ നോക്കുക, ഭംഗിയുണ്ടോ ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, ലഡു ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി നമ്മൾ വീട്ടിൽ പോവാണ്. നമ്മൾ ശരിക്കും രാവിലെ വരണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ രാവിലെ ഇതിൻ്റെ ചാവി വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു. അവൾ പുറത്തേക്ക് പോയ കാരണം അവൾ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ പൂജിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം വന്ന് ചെയ്തു. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നെയാണ് ഇത് വെള്ളത്തിൽ ഒഴുക്കി വിടുക. നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒഴുക്കി വിടുക എവിടെ ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ബക്കറ്റിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് തന്നെ അഴിഞ്ഞ് പോയിക്കോളും. വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ഭാഗത്ത് ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ച് അവരവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വൈസ് നമുക്ക് പുളിയോഗരയാണ് കിട്ടിയത് അവിടെ നിന്ന് കഴിക്കാൻ. അവിടെ പുളിയോഗരക്ക് അവിടെ സൂപ്പർ ഉണ്ടാവുക. അവിടുന്ന് പ്രസാദമാണ്. അവിടെ നിന്ന് ഇതെന്താ ബൂന്തിൻ്റെ ആണ് തോന്നുന്നു, നല്ല മധുരമുണ്ട്. ഇതുപോലെ ഓരോ മുക്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സ്. ഞങ്ങൾ പുലാവ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രാവശ്യം പുലാവൊന്നും കൊടുക്കുന്നില്ലല്ലേ. ചിലപ്പോൾ നാളെ കൊടുക്കണം. അങ്ങനെ 3 ദിവസം അടുപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇനി നമ്മൾ ഇതൊക്കെ ആയിട്ട് വീട്ടിൽ പോവാം. വീട്ടിലാണെങ്കിൽ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചില്ല, കാരണം പൂജ ചെയ്യാനുള്ളതിൽ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചു. ഇനി രാത്രി പോയിട്ട് വേണം അത് കഴിക്കാൻ. അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇതുപോലെ, ഇത് മെയിൻ സ്ഥലമാണ്. ഇവിടെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇവർ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ വീട്ടിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ബൈ.